പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കുർബാന അനുഭവ ധ്യാനത്തിൻ്റെ 29-ാം ദിവസത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കാം. പരിശുദ്ധ അമ്മയോടും മാലാഖമാരോടുമൊക്കെ ചേർന്ന് കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മൾ കുർബാനയിൽ പങ്കെടുക്കുന്ന അനുഭവം നമുക്ക് കിട്ടട്ടെ. ഇന്നലെ മാലാഖമാരുടെ കീർത്തനത്തെക്കുറിച്ചും അതിന് മറുപടി നാം പറയുമ്പോൾ ആമേൻ എന്ന പദത്തെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. ആമേൻ വെറും ഒരു മറുപടി അല്ല, അത് ഒരു പ്രാർത്ഥനയായിട്ട് മാറണം, ഒരു മിസ്റ്റിക്കൽ അനുഭവമായിട്ട് മാറണം. ദൈവഹിതം നിറവേറ്റുന്ന ജീവിതത്തിൻ്റെ മനോഭാവമായിട്ട് അത് മാറണം. ആദിയും അന്ത്യവുമായ ദൈവത്തെ ആമേൻ എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണം. അതിനുശേഷം വരുന്ന പ്രാർത്ഥനയാണ് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ചില രൂപതകളിൽ അത് ദീർഘമായിട്ട് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ചൊല്ലുമ്പോൾ ചില രൂപതകളിൽ അത് അതിൻ്റെ എളുപ്പത്തിലുള്ള രൂപമാണ് ചൊല്ലുന്നത്. ഏതൊക്കെയാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ ഓർമ്മിക്കണം, നമ്മൾ ആ സ്വർഗസ്ഥനായ പിതാവേ എന്ന കർത്തൃ പ്രാർത്ഥന ചൊല്ലുവാനുള്ള അവകാശം ദൈവം ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നമുക്ക് തന്നതാണ്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ. ആബായ പിതാവേ എന്ന് വിളിക്കുവാൻ ഈശോ പഠിപ്പിച്ചു. ഈശോയോടും സകല സ്വർഗവാസികളോടും ചേർന്ന് ഒരു ഗണമായി ഒന്നിച്ചു ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണത്. സത്യത്തിൽ കുർബാനയിൽ നമ്മൾ ആഘോഷമായ കുർബാനയിൽ മാറി മാറി കാർമ്മികനും ഗായക സംഘവും കൂടിയാണ് ചൊല്ലുന്നതെങ്കിലും യഥാർത്ഥ ചൈതന്യം എന്ന് പറയുന്നത് ആദ്യത്തെ 4 വരികൾക്ക് ശേഷം എല്ലാവരും കൂടി ഒന്നിച്ച്, കാർമ്മികനും ഗായക സംഘവും കൂടി ഒന്നിച്ചു ചൊല്ലേണ്ടതാണ്. പക്ഷേ അതിലും നമ്മൾ അസ്വസ്ഥത പാടില്ല. ഏറ്റവും മനോഹരമായ ഒരു അനുഭവത്തോടു കൂടി പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് ഈ വചനധ്യാനം നടത്തുമ്പോൾ ഇത് ഗാനമായിട്ട് ആലപിക്കുന്ന നിമിഷങ്ങളിൽ എൻ്റെ ഉള്ളിൽ നിറയുന്ന അഹങ്കാരമല്ല, ഒരു ആത്മീയ അനുഭവം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഞാൻ വ്യക്തിപരമായ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാം. ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആഘോഷമായിട്ട് ബലിയർപ്പിക്കുവാൻ ഉള്ള കാർമ്മികനായിട്ട് എന്നെ വിളിച്ചു. ഞാൻ വലിയ ഗായകനൊന്നുമല്ല, പക്ഷേ അത്യാവശ്യം കീബോർഡോട് ചേർന്ന് പാടുവാനുള്ള ഒരു പരിശീലനം കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഞാൻ നേരത്തെ ഇരുന്ന പള്ളിയിൽ വികാരിയായിട്ടിരിക്കുമ്പോൾ രാജപുരത്തിനടുത്ത് കള്ളാറെന്ന പള്ളിയിൽ അവിടെ ഗായക സംഘത്തോട് പറയുമായിരുന്നു, ഓരോ 4 വരികൾക്ക് ശേഷവും ഈ കീബോർഡിൻ്റെ പശ്ചാത്തല സംഗീതം ആലപിക്കേണ്ട, കാരണം സമയം ഒത്തിരി നഷ്ടമാണ് എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞ അനുഭവം നടക്കുമ്പോൾ ഞാൻ കുർബാന ആരംഭിച്ചു. പലപ്പോഴും എൻ്റെ മനസ്സിനെ ഭാരപ്പെടുത്തിയ ഒരു കാര്യമുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു ധ്യാനാവസരത്തിൽ ഒരു ധ്യാനഗുരു, അച്ഛൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അച്ഛനിങ്ങനെ പറഞ്ഞു, ഞാൻ ബലിയർപ്പിക്കുമ്പോൾ എപ്പോഴും മാലാഖമാരെ കൺമുൻപിൽ കാണാറുണ്ട്. ഞാൻ അതെൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. എത്രയോ വട്ടം ആഗ്രഹത്തോടെ ഇരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും എനിക്ക് മാലാഖമാരുടെ ദർശനം കൺമുൻപിൽ കിട്ടിയിട്ടില്ല. പക്ഷേ അന്ന് ഞാൻ ഈ കുർബാന ആരംഭിച്ച് സ്വർഗസ്ഥനായ പിതാവേ, സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ എന്ന് ഞാൻ കഷ്ടി പാടി ഒപ്പിച്ചു. അതിനുശേഷം ഗായക സംഘം അവർ കീബോർഡ് വായിച്ച് പാടുവാൻ തുടങ്ങിയപ്പോൾ ആ പശ്ചാത്തല സംഗീതത്തിന് ശേഷം ഒരു ഹമ്മിങ് ഉണ്ട്, ആ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ഹമ്മിങ് അവർ ആലപിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുക, എൻ്റെ ചുറ്റും കുറേയേറെ മാലാഖമാരെ എൻ്റെ ഉൾക്കണ്ടുകൊണ്ട് തൊട്ടു കൺമുൻപിൽ കാണുന്നത് പോലെയുള്ളൊരു അനുഭവം എന്നെ അത് ഒത്തിരിയേറെ സന്തുഷ്ടനാക്കി. പിന്നെ ഒരിക്കലും ആ അനുഭവം കിട്ടിയിട്ടില്ല. ഒരച്ഛൻ പറഞ്ഞപ്പോഴാണ് കുർബാന മധ്യേ അച്ഛന്മാർക്ക് മാലാഖമാരെ കാണാൻ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ. പക്ഷേ ഇത് എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചു. 2-3 കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എന്താണെന്നറിയാമോ? കുർബാനയിലെ ഒരു ഹമ്മിങ് പോലും, പശ്ചാത്തല സംഗീതം പോലും, അല്ലെങ്കിൽ ഒരു ആമേൻ പോലും നമ്മൾ ഉപേക്ഷിക്കരുത്. കുർബാനയിൽ എപ്പോഴാണ് നമുക്ക് അഭിഷേകം തരുന്നതെന്ന് അറിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന് ആഘോഷമായ പാട്ടുകുർബാന അർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വാനവ മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം, പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, ആ സമയത്ത് എൻ്റെ ഉള്ളു പലപ്പോഴും നിറയാറുണ്ട്. കാരണം വാനവ മാനവ വൃന്ദങ്ങൾ, ദൈവമേ എത്രമാത്രം സ്വർഗീയ വൃന്ദങ്ങളാണ് ഇതിൽ പങ്കുചേരുന്നത്. പിന്നെ എന്നെ സ്വാധീനിക്കുന്ന 4 വരികൾ, ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ.
എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? എൻ്റെ ഉള്ളിലേക്ക് ഈ പാപത്തെ ഉപേക്ഷിക്കുവാനുള്ള ഒരു പ്രേരണ ആ സമയത്ത് പരിശുദ്ധാത്മാവ് തരികയാണ് ചെയ്യുന്നത്. ഞാനിത് പറഞ്ഞത് വ്യക്തിപരമായി എന്നെ ഉയർത്താൻ വേണ്ടി ഒരു സാക്ഷ്യം പറഞ്ഞതല്ല. കുർബാനയ്ക്കകത്തെ ഓരോ പ്രാർത്ഥനയും, അച്ഛൻ ഈ പാട്ടുപാടി എന്തിനു സമയം കളയുന്നു, പെട്ടെന്ന് നിർത്തിയാൽ പോരെ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. എന്തുകൊണ്ടാണെന്നറിയാമോ? സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ദാനിയേലച്ചൻ്റെ ഒരു ധ്യാനം തന്നെ ഉണ്ടായിരുന്നു. പിതാവേ എന്ന് വിളിക്കുവാൻ നമുക്ക് അർഹത ലഭിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ആ ദൈവമക്കളായതുകൊണ്ടാണ് ആബാ പിതാവേ എന്ന് നമ്മൾ ഓരോരുത്തരും വിളിക്കുന്നത്. മക്കൾക്ക് മാത്രമേ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അവകാശമുള്ളൂ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് പറയുന്നത്, എൻ്റെ പിതാവേ എന്നല്ല. ഈ ഭൂമിയിൽ ഉള്ള സകല മനുഷ്യരുടെയും പിതാവാണ്. അപ്പോൾ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ്, ദൈവതുല്യരായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവമക്കളുടെ വലിയ ഒരു സ്വാതന്ത്ര്യമാണ്, ഒരു അവകാശമാണ്. അതുകൊണ്ടാണ് ബെനഡിക്റ്റ് പാപ്പ പറയുന്നുണ്ട്, ത്രിത്വൈക ദൈവത്തിൻ്റെ ആന്തരിക സംഭാഷണത്തിൽ നമ്മെ പങ്കുചേർക്കുന്നതാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥന നമ്മുടെ മാമോദിസ വാഗ്ദാനത്തിന്റെ ഒരു അനുസ്മരണമായിട്ട് മാറുകയാണ്. ഇതൊരു കുടുംബ സംഗമമായിട്ട് മാറുകയാണ്. സ്വർഗീയ വൃന്ദങ്ങൾ ഒന്നുചേർന്നാണ് ആരാധിക്കുന്നത്, പരിശുദ്ധൻ 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 എന്ന്. അപ്പോൾ 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, നിങ്ങൾ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ആ പരിശുദ്ധിയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ പ്രിയപ്പെട്ടവരെ ഇങ്ങോട്ട് കടന്നു വരണം. ദൈവമക്കളെന്ന മനോഭാവം നമുക്കുണ്ടാകണം. 7 യാതനകളാണ്. ആദ്യത്തെ 3 ദൈവത്തിന്റെ നാമം പൂജിതമാകണമേ, അങ്ങനെയാണ്. അവസാനത്തെ 4 യാതനകളാണ് മനുഷ്യരുടെ യാതനകൾ. ഇത് ലഭിക്കുമ്പോൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് ദൈവരാജ്യത്തിന്റെ അനുഭവം കിട്ടുകയാണ്. അന്നു വേണ്ട ആഹാരം എന്ന് പറയുമ്പോൾ അത് കുർബാനയാണെന്ന് പറയുന്ന ആത്മീയ പിതാക്കന്മാരുണ്ട്, സ്നേഹമാണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം, ഒരു വ്യത്യാസവും കൂടാതെ. നമ്മൾ അറിവുള്ളവനാണോ അറിവില്ലാത്തവനാണോ, സമ്പന്നനാണോ ദരിദ്രനാണോ, വൈദികനാണോ സമർപ്പിതയാണോ അൽമായനാണോ, ഒന്നും നമ്മൾ പരിഗണിക്കരുത്. മാനവ വൃന്ദങ്ങൾ, ആ ഒരു 4 വരികൾ ആലപിക്കുന്ന ഒരനുഭവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. അത് ആലപിക്കപ്പെടുന്ന നിമിഷങ്ങളിൽ എൻ്റെ ഹൃദയം നിറയുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ആ ശാന്തിയും സമാധാനവും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മെ സ്നേഹിക്കുന്ന കരുണാമയനായ പിതാവ് ആണ് ഈ ബലി നമുക്ക് വേണ്ടി തൻ്റെ പ്രിയസുതനായ ഈശോ മിശിഹായിലൂടെ അർപ്പിക്കപ്പെടുന്നത് എന്നുള്ള ഒരു അവബോധം. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരാൻ കഴിയില്ല എന്ന് ഈശോ പറഞ്ഞെങ്കിൽ, കർത്താവേ ഈ ഒരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ചേർന്ന് ഒന്നിച്ച് പിതാവേ എന്ന് വിളിച്ചുകൊണ്ട്, ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുത്. എപ്പോഴെങ്കിലും ഇത് കേൾക്കുമ്പോൾ ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുടണമേ. എല്ലാം ഓരോ വരികളും ഞാൻ എന്നെ സ്പർശിച്ച 2 സ്റ്റാൻസാകൾ മാത്രം നിങ്ങളോട് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ തിരുമുൻപിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വെക്കാം. യേശയ്യായുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം നമുക്ക് പരിചിതമാണ്. സൈന്യങ്ങളുടെ കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത് നമ്മൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത് നമ്മുടെ പരിശുദ്ധിയെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള പ്രേരണ എൻ്റെ ഉള്ളിലുണ്ടാകണം. അതുപോലെ വെളിപാടിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. പരസ്പരം ക്ഷമിക്കുവാനുള്ള നമ്മുടെ കടമയും ഉത്തരവാദിത്വവും പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർമ്മിക്കണം. എന്തുകൊണ്ടാണ് നാം അത് പറയുന്നത്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ. മത്തായി സുവിശേഷത്തിൽ മാത്രമേ അങ്ങനെ കൊടുക്കുന്നുള്ളൂ. ക്ഷമിക്കുന്നത് പോലെ എന്നല്ല, ക്ഷമിച്ചിരിക്കുന്നത് പോലെ. നിന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചതിന് ശേഷം മാത്രമേ നീ ഈ അൾത്താരയിലേക്ക് അല്ലെങ്കിൽ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്നാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. അനുരഞ്ജനത്തെക്കുറിച്ച് എത്രയോ വട്ടം ഞാൻ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് പരിശുദ്ധാത്മാവ് പിന്നെയും എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഞങ്ങളുടെ കടക്കാരോട്, ഞങ്ങളെ വേദനിപ്പിച്ചവരോട്,
അവരോട് ക്ഷമിച്ചാൽ മാത്രമേ ദൈവം എൻ്റെ പാപകടങ്ങൾ ക്ഷമിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യം കർത്താവേ ഞങ്ങൾക്ക് തരണമേ. ദൈവമേ, ഈ വചനചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും കർത്താവേ, ഈ പെസഹ വ്യാഴാഴ്ചത്തെ പരിശുദ്ധ കുർബാന ഒരു അനുഗ്രഹവും അഭിഷേകവുമായി മാറാൻ എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് എല്ലാവരെയും മുദ്ര ചെയ്യുന്നു. കർത്താവേ, കുറെ കൂടി അവിടുത്തെ സ്നേഹിക്കുവാൻ ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുകയോ അല്ലെങ്കിൽ അത് ഗായക സംഘത്തോട് ചേർന്ന് ആലപിക്കുകയോ ചെയ്യുമ്പോൾ ഒരു അവാച്യമായ ഒരു അനുഭവം, സ്വർഗീയ പിതാവിനെ കാണുന്ന ഒരു അനുഭവം, എല്ലാ മാലാഖമാരോടും ചേർന്ന് ബലിയർപ്പിക്കുന്ന ഒരു അനുഭവം ഓരോരുത്തർക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ തിരിച്ചോറ് കൊണ്ട് എല്ലാ മക്കളെയും മുദ്ര ചെയ്യുന്നു, ജീവിത പരിസരങ്ങളെ മുദ്ര ചെയ്യുന്നു. കർത്താവെ, ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കൊച്ചുരേസ്യ പുണ്യവതിയുടെയും പ്രത്യേക സംരക്ഷണവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.